വെൽക്കം ടു ഫോർഡോട്സ് വിഷൻ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഴപ്പിണ്ടി കൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള രുചിയേറിയ അവിയൽ ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ വാഴപ്പിണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ റിങ്ങായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം ഈ കിട്ടുന്ന നൂല് ഇതുപോലെ കൈവിരലെ ചുറ്റി വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ മൊത്തം വാഴപ്പിണ്ടിയും ഇതുപോലെ റിങ് പോലെ കണ്ടിച്ച് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെക്കുക. സാധാരണ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് അവിയൽ എന്ന് പറയുന്നത്. സദ്യക്കായാലും വീട്ടിലാണേലും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അവിയൽ. അപ്പോൾ നമ്മൾ ഈ സാധാരണ അവിയലിന് ഉപയോഗിക്കുന്ന പോലെ പച്ചക്കറികൾ നമുക്ക് ചക്കക്കുരു ഉപയോഗിക്കാം, അതുപോലെ തന്നെ വെള്ളരിക്ക, ചേന, പിന്നെ ക്യാരറ്റ്, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, കറിവേപ്പില, ഇത്രയും ഐറ്റങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് വാഴപ്പിണ്ടിയാണ്. പച്ചക്കറി എന്ന് പറയുന്നത് വാഴപ്പില. പിന്നെ അരപ്പിനുള്ള തേങ്ങ, ചുവന്നുള്ളി, ജീരകം, കറിവേപ്പില, ഇത് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ചേന ഇതെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം ചേന ആദ്യം നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കണം, കുക്കറിലോ അല്ല വെച്ച്. കാരണം ചേന വേഗം താമസമാണ്. അതിനുശേഷം ബാക്കിയുള്ള പച്ചക്കറി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അതിനുശേഷം ഉപ്പും മുളകും പൊടിയും മഞ്ഞളും ഒരു നുള്ളും ഇട്ട് അത് നല്ലവണ്ണം വേകാനായിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ജീരകവും കൂടി അരച്ച് നമ്മൾ വെച്ച അരപ്പ് ഇതുപോലെ പച്ചക്കറി വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർത്ത് ഇളക്കുക. അപ്പോൾ ഈ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ വാളം പുളി നീര് ചേർക്കണം. പുളിക്ക് വേണ്ടിയാണ്. അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് വാളംപൊടി നീര് ചേർത്തതിന് ശേഷം ഇളക്കുക, അരപ്പിട്ട് ഇളക്കുക. ഇങ്ങനെ നല്ലവണ്ണം വെള്ളം പറ്റി വരുന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അതിനകത്ത് സ്വല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഒന്നുകൂടെ ഇളക്കി നമുക്ക് കഴിക്കാൻ പാകത്ത രീതിയിൽ ഡിഷസിലേക്ക് മാറ്റാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വാഴപ്പിണ്ടി കളയരുത്. ഇതുപോലെ പല വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് വാഴപ്പിണ്ടി അവിയൽ ഉണ്ടാക്കാനായിട്ട് ഇത്രയും പച്ചക്കറികൾ ഇല്ലെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചക്കക്കുരുവും അതുപോലെ തന്നെ പടവലങ്ങയും വാഴപ്പിണ്ടിയും മാത്രമായിട്ടാണെങ്കിലും നമുക്ക് മുരിങ്ങയ്ക്കയും മാത്രമായിട്ടാണെങ്കിലും അവിയൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും.